അപ്പനും അമ്മയും ഒക്കെ ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് നേടിയെടുക്കുന്ന സമ്പത്ത് കൊണ്ട് മക്കൾക്ക് നല്ല പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ വാങ്ങി വിദൂര സ്ഥലങ്ങളിലൊക്കെ വിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. എന്നാൽ പിന്നത്തേതിൽ അറിയുന്ന വാർത്ത ഹോസ്റ്റൽ റൂമുകൾക്കകത്ത് തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തൊക്കെ മയക്കുമരുന്നും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുമൊക്കെ ഉപയോഗിക്കുന്ന വാർത്തകളും അത് കച്ചവടം ചെയ്യുന്ന വാർത്തകളുമൊക്കെയാണ് പിന്നീട് ദേശത്ത് വരുന്നത്. എത്ര വേദനാജനകമായ അനുഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലേക്ക് വാർത്തകൾ മദ്യപിച്ച് മതോന്മത്തരായി വീട്ടിൽ വന്ന കുടുംബക്കാർക്കും വീട്ടുകാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും സ്വസ്ഥത കൊടുക്കാതെ ഒന്ന് പഠിക്കാൻ പോലും അനുവദിക്കാതെ വളരെ ഭീകരമായി ഇടപെട്ടുകൊണ്ടിരുന്ന നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. എന്നാൽ ഇന്ന് മക്കളുടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് സ്വസ്ഥതയില്ലാതെ ഉറക്കമില്ലാതെ കണ്ണുനീരോടെ കഴിയുന്ന വീടുകളുടെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ഈ വിഷയങ്ങൾ ഞങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയല്ല. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഈ ലഹരി പദാർത്ഥങ്ങളും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഒടുവിൽ മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നത് എവിടെയാണ്? ഒന്നുകിൽ അവന്റെ ബുദ്ധി തന്നെ മരവിച്ചുപോയി വല്ലാത്ത ബുദ്ധിഭ്രമം സംഭവിച്ച് ഏതെങ്കിലുമൊക്കെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുകയാണ്. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ വലിയ തിരക്കുകൾ, അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമുള്ള പേഷ്യൻസ് എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതലും യൗവനക്കാർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തകർക്കപ്പെട്ട യൗവനക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്തെ വാർത്ത, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ക്രിമിനൽ സ്വഭാവങ്ങൾ കടിമപ്പെട്ട് അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും നാട്ടുകാരെയും ഒക്കെ കൊലപ്പെടുത്തുന്നതിനോ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം പീഡിപ്പിക്കുവാൻ യാതൊരു മടിയുമില്ലാതെ ഒടുവിൽ ജയിലറയ്ക്കകത്തായി പോകുന്ന അനവധി തലമുറകൾ. മറ്റൊരു ഭാഗത്ത് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം മൂലം അവസാനം ജീവിതം തന്നെ മടുത്തും നിരാശപ്പെട്ടും ജീവിതത്തിന് അർത്ഥമില്ലാതെ ഒടുവിൽ ആത്മഹത്യയിലേക്ക് പോയിരുന്ന ഒരു കൂട്ടർ. ഏതനുഭവത്തിലും ഇത് കൊണ്ടെത്തിക്കുന്നത് മനുഷ്യനെ വലിയ ദുരന്തത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എങ്ങനെ മനുഷ്യനിൽ നിന്ന് പുറത്തു വരാൻ കഴിയും? കൗൺസിലിംഗ് സെന്ററുകൾക്കോ ഇവിടത്തെ ഏതെങ്കിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള മതപരമായ പഠനങ്ങൾക്കോ ഒന്നും മനുഷ്യനെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന KT ജലീൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. വലിയ മതവിദ്യാഭ്യാസം കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഇപ്രകാരമുള്ള മദ്യവും മയക്കുമരുന്നും ഇതുപോലെയുള്ള കള്ളക്കടത്ത് തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണമെന്ന്. ഇത് ഒരു മതത്തെ കുറിച്ചല്ല, എല്ലാ മതത്തിന്റെയും സ്ഥിതി ഇങ്ങനെയാണ്. എല്ലാ മതത്തിലും പെട്ടവർ ഈ വിഷയങ്ങൾക്കകത്തൊക്കെ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജാതി വിഭാഗത്തിൽപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ വിദ്യാസമ്പന്നരെന്നോ വിദ്യാവിഹീനരെന്നോ സമ്പത്തുള്ളവരെന്നോ സമ്പത്തില്ലാത്തവരെന്നോ എന്ന വ്യത്യാസമില്ലാതെ സകലരും ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ചുറ്റും കേൾക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന മതവിദ്യാഭ്യാസങ്ങളോ നമുക്ക് ലഭ്യമാകുന്ന സാംസ്കാരികമായ പ്രസംഗങ്ങളോ സാംസ്കാരികമായ സന്ദേശങ്ങളോ അതുമല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന സ്കൂൾ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസമോ ഒന്നും ആരെയും ഈ തിന്മകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നില്ല. കേരളം എത്രയോ ഉയരത്തിലാണ് വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് എത്രയോ ഉയരത്തിലാണ്. പലതരത്തിലും കേരളം വളരെ ഉയരത്തിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മനുഷ്യന് പുറത്തു വരാൻ കഴിയുന്നില്ല എന്നുള്ളതായി യാഥാർത്ഥ്യം. ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ, അങ്ങ് ശൂന്യാകാശത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു കാലത്തും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഔന്നത്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഈ ലോകം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി ഈ ലോകം ഒരു
വിരൽത്തുമ്പിൽ ലോകത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന അനുഭവങ്ങളിലേക്ക് മനുഷ്യൻ മാറുമ്പോഴും പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇതൊന്നും കൊണ്ട് അവന് കഴിയുന്നില്ല. അവന്റെ ഒരു കണ്ടുപിടുത്തം കൊണ്ടും അവന്റെ ഒരു തരത്തിലുള്ള ശാസ്ത്ര ഗവേഷണങ്ങൾ കൊണ്ടും അവന്റെ വിദ്യാഭ്യാസം കൊണ്ടോ അവന്റെ സമ്പത്ത് കൊണ്ടോ അവന്റെ ഒരു വിധത്തിലുള്ള പ്രവർത്തനം കൊണ്ടോ, കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ അവൻ ചെയ്യുന്ന മതപരമായ കർമ്മങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ മതപരമായ പെരുന്നാളുകൾ കൊണ്ടോ തീർത്ഥാടനങ്ങൾ കൊണ്ടോ നോമ്പനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നും മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. ഈ പാപകരമായ അനുഭവത്തിനകത്തും ക്രിമിനൽ സ്വഭാവങ്ങളിലും ലഹരിയിലും ഒക്കെ അകപ്പെടുന്നവരൊക്കെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അവരും ഭക്തരായ മനുഷ്യരൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്കൊന്നും ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് എന്ന് ഇതിന് ശരിയായൊരു ഉത്തരം പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിളിച്ചു പറയുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. കാരണം മനുഷ്യന്റെ അകത്ത് തിന്മ വസിക്കുകയാണ്, മനുഷ്യന്റെ അകത്ത് നന്മ വസിക്കുന്നില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. മനുഷ്യന് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നന്മ ചെയ്യാൻ കഴിയാതെ വണ്ണം അവനെ തിന്മയിലേക്ക് അവനെ വലിച്ചെടുപ്പിക്കുന്ന, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ അവനെ തിന്മയിലേക്ക് കൊണ്ടുപോയി തിന്മയുടെ അഗാധ കൂപത്തിലേക്ക് അവനെ കൊണ്ടുചെന്ന് തകർത്തു കളയുന്ന ഒരു അവസ്ഥ അവന്റെ ജീവിതത്തിലുണ്ട്. അതിനെയാണ് വേദപുസ്തകം പാപം എന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്നത് ഏതെങ്കിലും ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്നതോ ഏതെങ്കിലും ക്രിമിനൽ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുന്നതോ മാത്രമല്ല. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പാപം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തോട് ഒരു മനുഷ്യന് ബന്ധമില്ലാതെ വരുന്നതാണ് പാപം. അവൻ മതഭക്തനായിരിക്കാം, നോമ്പനുഷ്ഠിക്കുന്നവനായിരിക്കാം, നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നവനായിരിക്കാം, നിരവധി പള്ളികളിൽ സന്ദർശിക്കുന്നവനായിരിക്കാം, നിരവധി ക്ഷേത്രങ്ങളിൽ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നവനായിരിക്കാം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കാം. പക്ഷെ അവന് ദൈവത്തോട് ബന്ധമില്ല. ദൈവത്തോട് ബന്ധമില്ലാത്ത മനുഷ്യനെയാണ് പാപി എന്ന് വേദപുസ്തകം വിളിക്കുന്നത്. ദൈവത്തോട് ഒരു മനുഷ്യന് ബന്ധമുണ്ടാകണമെങ്കിൽ അവന്റെ അകത്ത പാപത്തിന് പരിഹാരം വരുത്തണം. പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. കാരണം പാപിയായ ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല. പാപിയായ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വിശുദ്ധനായ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു കുരുടനെ വഴികാട്ടിയാൽ ഇരുവരും പോയി കുഴിയിൽ വീഴും എന്ന് പറയുന്നത് പോലെ പാപിയായ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മറ്റൊരു പാപിയായ മനുഷ്യൻ ശ്രമിച്ചാൽ രണ്ടുപേരും പോയി അധമപാതാളത്തിൽ വീഴുന്നതല്ലാതെ പുറത്തു വരാൻ കഴിയില്ല. ഇതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ലോകത്തിലുള്ള സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നവരാണ്, പാപത്തിൽ ജീവിക്കുന്നവരാണ്, പാപത്തിൽ വളരുന്നവരാണ്. കാരണം അവന്റെ അകത്ത് നന്മ വസിക്കുന്നില്ല, അവന് ദൈവത്തോട് ബന്ധമില്ല. അവൻ ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മതഭക്തി കൊണ്ടും അവന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ, ദൈവത്തോട് ഐക്യപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ സമാധാനത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് മനുഷ്യനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതിയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യസുവിശേഷം. യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന് മാത്രമാണ് ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്, ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ കഴിയുന്നത്, ഒരു മനുഷ്യനെ പുതു സൃഷ്ടിയാക്കാൻ മാറ്റാൻ കഴിയുന്നത്. ഒരു വിധത്തിലുള്ള മതവിദ്യാഭ്യാസത്തിനും ഒരു വിധത്തിലുള്ള പെരുന്നാളുകൾക്കും നോമ്പുകൾക്കും ഒരു വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്കും അവൻ നേടുന്ന വലിയ വിദ്യാഭ്യാസത്തിനും അവൻ സ്വരുക്കൂട്ടി വെക്കുന്ന സമ്പത്തിനും ഒരു മനുഷ്യനെ പുതു സൃഷ്ടിയാക്കി മാറ്റാൻ കഴിയാതിരിക്കുമ്പോ ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ കഴിയുന്ന ഏക സന്ദേശം ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യസുവിശേഷമാണ്. അതുകൊണ്ടാണ് 2000 വർഷമായി ഈ സുവിശേഷത്തെ തകർത്തു കളയുവാൻ, ഈ സുവിശേഷ സന്ദേശത്തെ അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, വായടപ്പിക്കുവാൻ അനവധി പേർ ശ്രമിച്ചിട്ടുള്ളത്. രാജാക്കന്മാരും രാജ്യങ്ങളും ചക്രവർത്തിമാരും എല്ലാവരും എഴുന്നേറ്റു ഇതിനെ തകർത്തു കളയുവാൻ. എന്നാൽ ഇന്നും സുവിശേഷത്തിന്റെ ജൈത്രയാത്ര നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, അത് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതാണ്, അത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, അത് മനുഷ്യനെ പുതു സൃഷ്ടിയാക്കി മാറ്റുന്നതാണ്. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ സ്വർഗം വിട്ട് ഈ താണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവമായിരുന്നു.
പൂർണ്ണ ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ നമ്മിൽ ഒരുവനെ പോലെ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായി ഭൂമുഖത്ത് അവതരിച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ദൈവമായിരുന്നു. ദൈവം ജഡത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെട്ടു, ഭൂമിയിൽ അവതരിച്ചു. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഇത് കേൾക്കുന്ന പലർക്കും ഇതൊരു മോശത്വമായി തോന്നും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണ്. സുവിശേഷം അത് ദൈവശക്തിയാണ്. യേശു ലോകത്തിലേക്ക് അവതരിച്ചു. അവരിൽ പാപമില്ലായിരുന്നു, പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല, പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. ഇവിടെ എത്രയെത്ര ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്, എത്രയെത്ര മത നേതാക്കന്മാർ വന്നിട്ടുണ്ട്, എത്രയെത്ര സാംസ്കാരിക നായകന്മാർ വന്നിട്ടുണ്ട്, എത്രയെത്ര രാജാക്കന്മാർ വന്നിട്ടുണ്ട്, ചക്രവർത്തിമാർ വന്നിട്ടുണ്ട്, സൈന്യാധിപന്മാർ വന്നിട്ടുണ്ട്. പക്ഷെ അവരാരും മനുഷ്യന്റെ പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തിട്ടില്ല. സ്വന്തം അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ആർക്കും നമ്മുടെ പാപത്തെ ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യന്റെ പാപത്തെ സ്വന്തം ശരീരത്തിൽ വഹിക്കുവാൻ സ്വർഗം വിട്ട് താണഭൂമിയിൽ ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഇവിടെ വിശുദ്ധന്മാരെന്ന് പേര് കേട്ട ഒരുപാട് പേരുണ്ട്. പലരുടെയും പേരിൽ ആചാരങ്ങളും കർമ്മങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവരാരും മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചിട്ടില്ല. മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത ഒരുവരേ ഉലകത്തിൽ വന്നിട്ടുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിനായി, പാപത്തിന്റെ പരിഹാരമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്ന മരണത്തിലൂടെ യേശു കടന്നുപോയി. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നാണ് വേദപുസ്തകത്തിന്റെ പ്രമാണം. അതുമല്ലെങ്കിൽ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ പാപത്തിന്റെ ശമ്പളമായ മരണം യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. നാം മരിക്കേണ്ടതിന് പകരമായി, നാം പാപത്തിന്റെ പരിഹാരമായി അനുഭവിക്കേണ്ടുന്ന ശിക്ഷയുടെ ഏറ്റവും വലിയ ഭാഗമായ, അതിന്റെ ആത്യന്തികമായ ശിക്ഷയായ മരണം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു മാനവകുലത്തെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. കാൽവരിയുടെ കൊലക്കളത്തിൽ 3 ആണികളിൽ മേൽ തൂങ്ങി മാംസപിണ്ഡം പോലെ തൂങ്ങിക്കിടന്ന് ശിരസിൽ മുൾമുടി ധരിച്ചവനായി, നഗ്നനാക്കപ്പെട്ടവനായി, അപഹസിക്കപ്പെട്ടവനായി, അപമാനിക്കപ്പെട്ടവനായി, മുഖത്ത് തുപ്പലേറ്റവനായി, താടിരോമങ്ങൾ പിഴുതെടുക്കപ്പെട്ടവനായി, ഉഴവുചാൽ കീറുന്നതുപോലെ ശരീരം മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ടവനായി കാൽവരിയിൽ തൂങ്ങിക്കിടന്ന യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി മാറുകയായിരുന്നു. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം ചെയ്തു. അതുകൊണ്ട് ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ച്, യേശുക്രിസ്തുവിന്റെ ദൈവപുത്രത്വം അംഗീകരിച്ച്, യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന സകലർക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാ. എത്ര കടുഞ്ചുവപ്പേറിയ പാപത്തെയും വെൺമഞ്ഞു പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു സങ്കേതം ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും വെച്ച് നമ്മെ ശുദ്ധീകരിക്കുന്നു. പെരുന്നാളുകൾക്കോ, നോമ്പുകൾക്കോ, അനുഷ്ഠാനങ്ങൾക്കോ, കൂദാശകൾക്കോ, കർമ്മങ്ങൾക്കോ നിങ്ങളെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം മാത്രമാണ്. ഒരു കർമ്മമാർഗത്തിനും ആരെയും പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. പാപത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, പാപമില്ലാതെ ജീവിക്കുവാൻ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക്, അവന്റെ പുത്രത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ അവൻ ആനയിക്കുകയാണ്. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്ന അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവഭവനത്തിലെ മകനായി, മകളായി നമുക്ക് മാറുവാൻ സൗജന്യമായി അവൻ അധികാരം കൊടുക്കുകയാ. ഒരു കർമ്മവും വേണ്ട, ഒരു ആചാരവും വേണ്ട, സമ്പത്ത് ചെലവില്ല. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും. അങ്ങനെ പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും, പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ഒരു മനുഷ്യന് പുറത്തു വരാൻ കഴിയും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വീണ്ടെടുപ്പുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുത്രത്വമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്
നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തോടൊപ്പം ജീവിക്കുവാനുള്ള അവകാശമാണ്. ആ നിത്യജീവൻ ക്രിസ്തുവിലൂടെ അവൻ നമുക്ക് സൗജന്യമായി നൽകുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യനായ ദൈവത്തോട് കൂട്ടായി മരിച്ച് ജീവിക്കാം. ഇവിടെ ജീവിച്ചിരിക്കുമ്പോ സകല തിന്മയും പാപവും സകല വഴിവിട്ട ജീവിതവും നയിച്ചതിനു ശേഷം മരിച്ചതിനു ശേഷം ആരെങ്കിലും നടത്തുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ധൂപപ്രാർത്ഥനകളോ അടിയന്തരങ്ങളോ സഞ്ചയനങ്ങളോ ചാത്തങ്ങളോ കൊണ്ട് ആർക്കും സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞ് ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയൂ. ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ദൈവത്തെ അറിയാതെ തിന്മ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് ദൈവം ഒരുക്കിയിട്ടുള്ളത് നിത്യമായ ന്യായവിധിയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകലരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയമുള്ളവരെ, ഇന്നുവരെ ക്രിസ്തുവിലുള്ള രക്ഷയെ സ്വീകരിച്ച് ഈ ജീവപുസ്തകത്തിൽ പേരെഴുതുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരിക. സൗജന്യമായി നിങ്ങൾക്ക് പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും പുത്രത്വവും അവൻ നൽകി തരികയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. യേശു വരാൻ സമയമായി. ഒരിക്കൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ യേശു വേഗത്തിൽ വരുമെന്ന് വേദപുസ്തകം പറയുന്നു. ലോകത്തിലെ സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കുകയാണ്. യേശു വരാൻ സമയമായി. സകല അഹങ്കാരികളെയും സകല ദുഷ്പ്രവർത്തിക്കാരെയും ന്യായം വിധിച്ച് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ യേശു വരാൻ സമയമായി. യേശുവിന്റെ വരവിങ്കൽ നിങ്ങൾക്കും യേശുവിന്റെ ദൈവരാജ്യത്തിൽ, ആ സമാധാന രാജ്യത്തിൽ നിങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയും. യേശുവിൽ വിശ്വസിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ കൈവിടപ്പെടും. സകല ദുഷ്പ്രവർത്തിക്കാരോടും നിഗളികളോടും കൂടെ നിങ്ങളും ന്യായം വിധിക്കപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ഈ സന്ദേശം അറിയിക്കുന്നു. ഈ സന്ദേശത്തെ സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.